Hello everyone. ഇന്നത്തെ ക്ലാസ്സിന്റെ continuation ആണ്. Yesterday we had looked at indicators of web attacks and different types of web attacks. Okay. ഇനിയും നമ്മൾ അതിന്റെ അടുത്ത സ്റ്റെപ്പ് ഫോറൻസിക്സിൽ ആവശ്യമായ എങ്ങനെയാണ് ഈ വെബ് അറ്റാക്സ് വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. So today's topic is investigating web attacks. Okay. Now overview. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായ മാർഗമാണ് ലോഗുകൾ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, മോണിറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോഗുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ വാട്ട് ക്യാൻ വി ഗെറ്റ്? സോഴ്സ്, ഒരു അറ്റാക്കിന്റെ സോഴ്സ് ഏതാ, നേച്ചർ ഓഫ് ദി അറ്റാക്ക് എന്താണ്, സമയം എപ്പോഴാണ് ഈ അറ്റാക്കുകൾ നടന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ലോഗിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ അനലൈസ് ചെയ്താണ് ഒരു സിസ്റ്റം കോംപ്രമൈസ് ആയിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്താനായിട്ട് പറ്റുന്നത്. ഓക്കെ, നൗ ലോഗ് ഫയൽസിന്റെ സ്റ്റാറ്റസ് കോഡ്സ്, HTTP സ്റ്റാറ്റസ് കോഡ്സ്, വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദം ഷോർട്ട്ലി. Okay, so HTTP status codes ആണ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻസിഡന്റിനെ ആ ലോഗ് ഫയൽ ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റാറ്റസ് കോഡ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും എന്ത് ടൈപ്പ് ഓഫ് ഇൻസിഡന്റ് ആണ് നടന്നത്. ഓക്കെ, നൗ ലോഗിന്റെ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോഗ്, if it has to be admissible in court, we saw already the evidence should be non-tamperable, and അത് ടാമ്പർ ആയിട്ടില്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടും പറ്റണം. Okay, so the web servers that run on IIS or Apache, ഈ രണ്ട് സർവീസുകളും ലോഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ലോഗ് ഫയല് ഡിലീറ്റ് ആകപ്പെടാനായിട്ടുള്ള ചാൻസ് പോസിബിൾ ആണ്. കാരണം അറ്റാക്കറിന് സെർവർ ലോഗ് ഫയൽസിലേക്ക് ആക്സസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ലോഗ് ഫയലുകൾ ഡിലീറ്റ് ചെയ്യപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സെക്യൂർലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വേറൊരു ലൊക്കേഷനിൽ അഡീഷണൽ കോപ്പീസ് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, സോ ദിസ് വി സോ ഇൻ ലാസ്റ്റ് ക്ലാസ് ഓൾസോ. ഓക്കെ, ഇനി എന്താണ് ചില സ്റ്റാറ്റസ് കോഡുകൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 100 to 199 ആണെങ്കിൽ ഇൻഫർമേഷണൽ റെസ്പോൺസസ് ആണ് ആ പർട്ടിക്കുലർ ലോഗ് ഇൻസിഡന്റ്. ഓക്കെ, 200 to 299 ആണെങ്കിൽ സക്സസ്ഫുൾ റെസ്പോൺസസ് ആണ്. 300 to 399 ആണെങ്കിൽ റീഡയറക്ഷൻ മെസ്സേജസ് ആണ്. ഓക്കെ, സോ റീഡയറക്ഷൻ മെസ്സേജസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു അലേർട്ട് അല്ലെങ്കിൽ നമുക്കൊരു സസ്പിഷൻ ഉണ്ടാവേണ്ട ഒരു കാര്യം. ക്ലയന്റ് എറർ റെസ്പോൺസസ് ആണെങ്കിലും ഒരു സസ്പിഷൻ ഉണ്ടാവേണ്ട കാര്യം. ഇറ്റ് ക്യാൻ ബി നോർമൽ മെസ്സേജ്, ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി ബിക്കോസ് ഓഫ് ആൻ അറ്റാക്ക്. 400 to 499 ആണ് ക്ലയൻസ് എറർ റെസ്പോൺസ്. സെർവർ എറർ റെസ്പോൺസ് 500 and 599. സോ ഇതിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 300 to 599 കോഡുള്ള HTTP സ്റ്റാറ്റസ് ആണ് യൂഷ്വലി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത്. ഓക്കെ, നൗ ലോഗ് ഫയലിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണുള്ളതെന്നാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. ദെൻ ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ലോഗ് ഫയൽസ്, ദ ഇൻഫർമേഷൻ ഇൻ എ ലോഗ് ഫയൽ ഇസ് ഇൻ എ സിമ്പിൾ ഫോമാറ്റ്. ഓക്കെ, നോർമലി അതിൽ ടൈം ആൻഡ് ഡേറ്റ് ഓഫ് ദ ലോഗിങ് ഉണ്ടാവും, ഏത് IP അഡ്രസ് ആണ് സോഴ്സ്, HTTP കോഡ് ആൻഡ് റിക്വസ്റ്റഡ് റിസോഴ്സ്, എന്താണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളായിരിക്കും മിനിമം സ്റ്റോർ ചെയ്തിരിക്കും. കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ അതിനനുസരിച്ച് അഡ്മിൻ ഏത് ടൂളാണോ യൂസ് ചെയ്തിരിക്കുന്നത് അത് കോൺഫിഗർ ചെയ്യും. ഓക്കെ, ഇനി വാട്ട് ആർ ദി അറ്റാക്സ്, സ്റ്റെപ്സ് വെൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് അറ്റാക്സ്. ഓക്കെ, ഒന്ന്, വെബ് സെർവർ, FTP എല്ലാ സെർവറുകളും ലോഗുകളും നമ്മൾ അനലൈസ് ചെയ്യണം ടു കൺഫേം ദാറ്റ് ആൻ അറ്റാക്ക് ഹാസ് ഹാപ്പൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ലോഗ് ഫയൽ ഇൻഫർമേഷൻ ചെക്ക് ചെയ്ത് അറ്റാക്ക് ഐഡന്റിഫൈ ചെയ്ത് ചെക്ക് ഇഫ് there is a specific source, IP അഡ്രസ്സോ അത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ who's trying to shut down the network, and localize the source, ഏത് സബ്നെറ്റിൽ നിന്നാണ് ഈ അറ്റാക്ക് വരുന്നത് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റുമെങ്കിൽ അത് നമ്മൾ ലോക്കലൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫയർവാളിന്റെ ലോഗുകൾ, IDSന്റെ ലോഗുകൾ അതൊക്കെ വെച്ചിട്ട് സോഴ്സ് ഓഫ് അറ്റാക്കിനെ ഐഡന്റിഫൈ ചെയ്ത്, ദാറ്റ് ഇസ് നെറ്റ്വർക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ ആര് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം ആൻഡ് ബ്ലോക്ക് ദി അറ്റാക്ക്. ഓക്കെ, ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല
ഏത് ഒക്കെ സിസ്റ്റംസ് കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ടോ അതൊക്കെ നെറ്റ്വർക്കിൽ നിന്നും ഒന്ന് എന്താ ക്വാറന്റൈൻ ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെ അതിനൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ ഇനിഷ്യേറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഫ്രം ദി IP അഡ്രസ്. സോ നമ്മൾ ലോക്കലൈസ് ചെയ്തിരിക്കുന്ന ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. Okay, then FTP compromise is an example of an attack. So before making an attempt to compromise FTP, file transfer protocol ആണ്, an intruder first performs a scanning operation. Okay, port scan. Okay, ആ port scanning ചെയ്യുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളിൽ that പല പോർട്ടുകളും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അത് വെറുതെ ആക്റ്റീവ് ആയിരിക്കും. അത് നമ്മൾ ക്ലോസ് ചെയ്ത് സെക്യൂർ ചെയ്യാതിരിക്കുമ്പോഴാണ് ഇതുപോലത്തെ അറ്റാക്കുകൾ വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. സോ പോർട്ട് സ്കാൻ ചെയ്ത് അങ്ങനെ സെക്യൂർ അല്ലാത്ത വെറുതെ ഓപ്പൺ ആയി കിടക്കുന്ന പോർട്ടുകളിൽ ത്രൂ ആണ് ഈ FTP അറ്റാക്കുകൾ നടക്കാനായിട്ട് കൂടുതൽ ചാൻസ് ഉള്ളത്. സോ അങ്ങനെ ഒരു സ്കാനിങ് പിങ്ങിങ് ആണല്ലോ, സ്കാനിങ് നടക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ അവോയ്ഡ് FTP കോംപ്രമൈസസ്. ഓക്കെ, അടുത്തത് FTP ലോഗുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് IIS ട്രാക്സ് ഓൾ FTP ആക്സസസ്. ഓക്കെ, അതേപോലെ തന്നെ വിൻഡോസിൽ ദ റൂൾ ഇസ് ടു എൻഷുർ കണ്ടിന്യൂറ്റി ഇൻ ദ ലോഗ്സ്. ഞാൻ പറഞ്ഞല്ലോ വിൻഡോസിൽ ഈ ലോഗ്സ് സെക്യൂർ അല്ല. അപ്പം നമ്മൾ എപ്പോഴും നേരത്തെ നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ്, ലോഗുകൾ കണ്ടിന്യൂസ് ആണോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ടൈമിൽ ആ സെർവർ ഓഫ് ആയിരുന്നത് കൊണ്ടാണ് ഗ്യാപ്പ് ഉള്ളത് എന്നുള്ളത് കാണിക്കാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് വിൻഡോസ് ലോഗ്സ് we should be able to show the continuity of the log. മറ്റൊരു റൂൾ എന്ന് പറയുന്നത് is that we should be able to prove in court that the logs that we have are not modified in any way and they are the original record. അതിനും മെത്തേഡ്സ് എന്ത് വേണം എന്നുള്ളത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മൾട്ടിപ്പിൾ കോപ്പീസ് സെക്യൂർ ലൊക്കേഷൻസിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് FTP സെർവേഴ്സ്. They provide service to the internal network and mostly they are not immune to attack. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടത് എന്താണ്, ഒന്ന് എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാനായിട്ട് കൊടുക്കരുത്, ആക്സസ് കൺട്രോൾസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ യൂസർ നെയിംസ്, പാസ്വേഡ്സ്, SSL ഫോർ ഒത്തന്റിക്കേഷൻ, അങ്ങനത്തെ പലതരം പ്രോട്ടോകോൾസ് ഫോർ സെക്യൂരിറ്റി മസ്റ്റ് ബി അപ്പ് ഇൻ ദ ഇന്റേണൽ നെറ്റ്വർക്ക് ഇറ്റ്സെൽഫ്. പിന്നെ ഇത് മോണിറ്ററിങ്ങും ഒരു അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് ആണെങ്കിൽ ഇനി മറ്റുള്ള മെത്തേഡുകൾ ഫോർ ഡിഫെൻസ് ഇസ് ഒന്ന് ഫയൽ സിസ്റ്റത്തിനെ, സെർവറിന്റെ ഫയൽ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് കീപ്പ് ചെയ്യുക, സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്യുക, ഐസൊലേറ്റ് ഡയറക്ടറീസ്, FTP ഡയറക്ടറീസ്, സോ ദാറ്റ് ഓത്തറൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഐസൊലേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ഓത്തറൈസേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ റൂൾസ്. ഇതൊക്കെ നോർമലായിട്ട് ഒരു നെറ്റ്വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ റെഗുലർ ആയിട്ട് ലോഗുകൾ മോണിറ്റർ ചെയ്ത് റിവ്യൂ ചെയ്ത് ചെയ്യേണ്ട സെക്യൂരിറ്റി സ്റ്റെപ്സ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ ഡയറക്ടറി കണ്ടന്റിനെയും ഓത്തറൈസേഷനെയും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യാം. ഓക്കെ, സോ ദോസ് ആർ ദ ഡിഫെൻസീവ് മെഷേഴ്സ് ദാറ്റ് ക്യാൻ ബി ടേക്കൺ. ഇനി IIS ലോഗ്സിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാണെങ്കിൽ IIS ലോഗ്സ് എല്ലാ ലോഗുകളും ഈ IIS ലോഗ് ഫയൽസിലുണ്ടാകും. ഇറ്റ് ഇസ് ഇൻ സിസ്റ്റം റൂട്ട്. ഓക്കെ, ലോഗ് ഫയൽസ് സിസ്റ്റം റൂട്ടിലാണ് ലോഗ് ഫയൽസ് നോർമലി സ്റ്റോർഡ് ആയിട്ടിരിക്കുന്നത്. ഇഫ് പ്രോക്സീസ് ഇല്ലെങ്കിൽ IP ക്യാൻ ബി ലോഗ്ഡ്. ഇപ്പൊ പ്രോക്സി സെർവറിലൂടെ അല്ല എന്തേലും ട്രാൻസ്ഫർ ഓഫ് മെസ്സേജസ് നടക്കുന്നതെങ്കിൽ, ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിൽ IP ആയിരിക്കും ലോഗ് ആവുക. ഓക്കെ, ദെൻ ഈ URL ലിസ്റ്റ്, താഴെ കാണുന്ന URL ലിസ്റ്റ് ആണ് ലോഗ് ഫയലിന്റെ URL ലിസ്റ്റ്. സോ ദാറ്റ്സ് ജസ്റ്റ് എൻ എക്സാമ്പിൾ. ഓക്കെ, ഇനി അപ്പാച്ചെ ലോഗ്സ് ആണെങ്കിൽ രണ്ട് ലോഗുകളുണ്ട്, ഒരു എറർ ലോഗും ഉണ്ട്, ഒരു ആക്സസ് ലോഗും ഉണ്ട്. ഓക്കെ, സോ അപ്പാച്ചർ സെർവർ എന്ത് ഡയഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും അത് സേവ് ചെയ്യും ആസ് എറർ മെസ്സേജസ് ആൻഡ് ആസ് ആ പർട്ടിക്കുലർ ടൈമിൽ ആരാണ് ആക്സസ് ചെയ്തതെന്നുള്ളത്. ഫോർമാറ്റ്
എറർ ലോഗിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. സോ ആ എറർ ലോഗ് കണ്ടാൽ തന്നെ അപ്പാച്ചയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ പലതരം ഡീറ്റെയിൽസും അതിൽ അവൈലബിൾ ആയിരിക്കും. Okay, requests that are processed by Apache server are also contained in access log. അതാണ് access logൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. And this is normally stored in .log format. Okay, ഇനി വിൻഡോസ് ബേസ്ഡ് സെർവേഴ്സിൽ അറ്റാക്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് ഇന്നലെ നമ്മൾ ഒരു പരിധി വരെ കണ്ടായിരുന്നു. ഇവന്റ് വ്യൂവറിനെ റൺ ചെയ്ത് ചെക്ക് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഗ്സ് ആർ ദർ. അതിൽ സസ്പിഷ്യസ് ഇവന്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് എ ലാർജ് നമ്പർ ഓഫ് ഫെയിൽഡ് ലോഗ് ഓൺ ഓർ ലോക്ക്ഡ് ഔട്ട് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് ഇസ് സസ്പിഷ്യസ് ആക്ടിവിറ്റി. ഫയൽസ് ഷെയർ ചെയ്യുന്നത് നോർമലിലും കൂടുതലാണെങ്കിൽ അതും സസ്പിഷ്യസ് ആണ്. ലുക്ക് അറ്റ് വിച്ച് യൂസേഴ്സ് ഹാവ് ഓപ്പൺ സെഷൻസ് എന്ന് വെച്ചാൽ ലോഗ് ഔട്ട് ചെയ്തിട്ടില്ലാത്ത ഓപ്പൺ സെഷനുകൾ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. Look at which sessions the machines has opened with other systems. Okay, so system to system transactions, മെഷീനുകൾ ഡിവൈസുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. പിന്നെ നെറ്റ് ബയോസ് TCP IP ആക്ടിവിറ്റി, ഓക്കെ, അത് ചെക്ക് ചെയ്യണം. TCPയും UDP പോർട്ടുകളിൽ ഞാൻ പറഞ്ഞ അൺയൂഷ്വൽ പിങ്ങിങ് ഉണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു നോർമൽ കേസിൽ അഡ്മിനിസ്ട്രേറ്ററിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. Okay, then unusual tasks, anything unusual tasks in local hosts, പുതിയ administrator അക്കൗണ്ടോ ഗ്രൂപ്പുകളോ, unexpected processes in the task manager, unusual network services, file space usage യൂഷ്വലിലും കൂടുതലാണെങ്കിൽ ഒന്നെങ്കിൽ ഫ്രീ സ്പേസ് പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ നടക്കുന്നത്. സോ എനി അൺയൂഷ്വൽ ആക്ടിവിറ്റി ഉണ്ടോ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അടുത്ത കുറെ സ്റ്റെപ്പുകളിലായിട്ട് ഇഫ് വി സസ്പെക്ട് ആൻ അറ്റാക്ക്. ഓക്കെ, ഇനി വെബ് പേജ് ഡിഫേസ്മെന്റ്. ഓക്കെ, വെബ് പേജ് ഡിഫേസ് ചെയ്യാന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന ആ ഒറിജിനൽ വെബ് പേജിൽ നിന്നും അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ചേഞ്ചുകൾ വരുത്തുന്നതിനാണ് ഡിഫേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് അവിടെ വെബ് സെർവേഴ്സിൽ വെബ് പേജിന്റെ ആ HTML കോഡുകളോ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ആക്സസ് പ്രിവിലേജസ് ഉണ്ടായിരിക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഡിഫേസ്മെന്റ് നടക്കുവാണെങ്കിൽ why it happens? Normally it is because of a weak administrator password or an application misconfiguration, server misconfiguration, or accidental ആയിട്ട് കൊടുക്കേണ്ടാത്തവർക്ക് പെർമിഷൻ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നോർമലി ഡിഫേസ്മെന്റ്സ് നടക്കുക. ഓക്കെ, ആൻഡ് നോർമലി ഒരു ഡിഫേസ്മെന്റ് നടന്നു കഴിയുമ്പോൾ ഹാക്കേഴ്സ് തന്നെ ഇങ്ങനെ ഒരു മെസ്സേജോ എന്തെങ്കിലും ഒന്ന് ഇടും. അവർക്ക് കാണിക്കണമല്ലോ നമ്മുടെ വെബ് പേജ് അവർ ഡിഫേസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കുന്നത്. ഓക്കെ, നൗ അടുത്തത് ഡിഫേസ്മെന്റ് യൂസിങ് DNS കോംപ്രമൈസ്. DNS കോംപ്രമൈസ് എന്താണെന്നുള്ളത് ഇൻ ദ ഫസ്റ്റ് 2 ക്ലാസ്സസ് നമ്മൾ കണ്ടതാണ്. സോ ഹിയർ ഇഫ് an attacker compromises the authoritative domain name server, അപ്പൊ എന്തോ സംഭവിക്കുന്നത്, ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പം അറ്റാക്കറിന്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി DNS പോയ്സണിങ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ചെയ്യണം? ഒന്ന്, ഒരു പാക്കറ്റ് സ്നിഫറിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യണം, മോണിറ്റർ ചെയ്യണം പാക്കറ്റ്സിനെ. എന്നിട്ട് DNS പാക്കറ്റ്സിനെ ക്യാപ്ചർ ചെയ്ത് ഏത് IP യിൽ നിന്നുമാണ് റിസോൾവ് ചെയ്യുന്നത്, ഡൊമെയിൻ നെയിമിനെ റിസോൾവ് ചെയ്യുന്ന ഏത് IP യിൽ നിന്നുമാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ദാറ്റ് IP, ട്രൈങ് ടു ഡിറ്റർമിൻ വെദർ ശരിക്കുമുള്ള ഒത്തന്റിക് സെർവർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിന് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് whoisLookup. We are going to look at tools in the next class. Okay, so do a whoisLookup. whoisLookup മാത്രമല്ല, ഇഷ്ടം പോലെ ടൂൾസ് അവൈലബിൾ ആണ്. We look at all the tools in the next class. Okay, so ഇതാണ് ഒരു DNS പോയ്സണിങ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഓക്കെ, ഇനി ഹൈബ്രിഡ് IDS എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹോസ്റ്റുകൾ യൂസ് ചെയ്ത് IDS അനലൈസ് ചെയ്യുന്ന, ഇൻഡിവിജ്വൽ സിസ്റ്റം ബിഹേവിയറിനെ അനലൈസ് ചെയ്യാനാണ് IDS യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഫോർ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ. ഓക്കെ, സോ ദർ വിൽ ബി എ നമ്പർ ഓഫ് IDS ആൻഡ് ആ IDSൽ നിന്നും എല്ലാം ഉള്ള ഇൻഫർമേഷൻ ഫയർവാളോ റൗട്ടറോ വഴിയോ ആണ് ചെയ്യുന്നത്. എന്നിട്ട് IDS സെർവറിൽ അതിൻ്റെ IDS ലോഗ്സ്
അനലൈസ് ചെയ്ത് ഇൻഡിവിജ്വൽ സിസ്റ്റത്തിന്റെ നോർമൽ ബിഹേവിയറിൽ നിന്നും എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെറ്റ്വർക്കിൽ ഐഡിയസ് ഉണ്ടെങ്കിൽ എഗെയിൻ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. അന്നേരം ഹോസ്റ്റുകളിൽ ഡയറക്റ്റ്ലി ഐഡിയസ് ഡിപ്ലോയ് ചെയ്യുന്നതിന് പകരം നെറ്റ്വർക്കിലായിരിക്കും ഐഡിയസ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നിയർ ദ ഫയർവാൾ ഓർ റൗട്ടർ. ഓക്കെ, ഇനി സെക്യൂരിറ്റി സ്ട്രാറ്റജീസ് എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഒന്ന്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നോ ദ വൾണറബിലിറ്റീസ്, റെസ്പോണ്ട് ക്വിക്ലി ടു വൾണറബിലിറ്റീസ്. വൾണറബിലിറ്റീസിന് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൂപ്പ് ഹോളുകൾ, അറ്റാക്കുകൾ നടക്കാനുള്ള ലൂപ്പ് ഹോളുകൾ, റിസ്കുകൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് സഹായിക്കുന്നതാണ് പെൻ ടെസ്റ്റിംഗ്, പെനിട്രേഷൻ ടെസ്റ്റിംഗ് ഓഫ് ദി ആപ്ലിക്കേഷൻസ്. പെനിട്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന എന്തോ, നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ്. സോ ഹൗ ഗുഡ് ഇസ് ദ സെക്യൂരിറ്റി എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ് ബൈ സിമുലേറ്റിംഗ് അറ്റാക്സ്. എന്നിട്ട് എന്ത് ഫ്ലോസ് ആ ഉള്ളതെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് IDSും IPSും ടൂൾസ് വഴി, ദാറ്റ് ഇസ് IDS ഇസ് ഡിറ്റക്ഷൻ ഓഫ് ഇൻട്രൂഷൻ ആൻഡ് IPS ഇസ് പ്രിവെൻഷൻ. ഓക്കെ, സോ IDSും IPS ടൂൾസും യൂസ് ചെയ്തിട്ട് ആ ഫ്ലോസ് ചെക്ക് ചെയ്ത് എന്താണ് സെക്യൂർ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കുക. ആൻഡ് ഇൻ അഡീഷൻ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക അവരുടെ സിസ്റ്റങ്ങളിൽ ഇന്ന സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് ആ സെക്യൂരിറ്റി ഇഷ്യൂസ് വേറൊരാൾ യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കാതിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് IP അഡ്രസ്സസ്. ഓക്കെ, സോ എന്താണ് സ്റ്റാറ്റിക് IP അഡ്രസ്സ്, ഡൈനാമിക് IP അഡ്രസ്സ് എന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. DHCP ആണ് ശരിക്കും നമ്മൾ we saw this already, that log files is storing the dynamic IP address. So IP address allocated to a particular host at a particular time ആണ് DHCP യിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത്. വേറെ സ്റ്റാറ്റിക് IP അഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസ്റ്റുകൾക്ക് ആ പർട്ടിക്കുലർ IP തന്നെയാണ് എപ്പോഴും ഉള്ളത്. അതൊക്കെയാണ് ഈ സ്റ്റാറ്റിക് IP അഡ്രസ്സുകളാണ് NS ലുക്കപ്പ്, ഹൂവേഴ്സ്, ട്രേസ് റൗട്ട്, അരിൻ, നിയോ ട്രേസ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ടൂളുകൾ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഇതാണ്. അല്ലെങ്കിൽ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് DHCP. ഓക്കെ, ഇനി സെക്യൂരിറ്റിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? വെബ് സെക്യൂരിറ്റിക്ക് വേണ്ടിയേ ചെക്ക് ലിസ്റ്റ് ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പറയുന്നത്. ഒന്ന്, മേക്ക് ഷുവർ യൂസർ അക്കൗണ്ട്സ് ഡസ് നോട്ട് ഹാവ് വീക്ക് ഓർ മിസ്സിംഗ് പാസ്വേഡ്സ്. രണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ബ്ലോക്ക് അൺയൂസ്ഡ് ഓപ്പൺ പോർട്ട്സ്. ചെക്ക് ഫോർ വേരിയസ് എന്ന് വെച്ചാൽ പെനിട്രേഷൻ ടെസ്റ്റിങ്ങുകൾ ചെയ്ത് അറ്റാക്കുകൾക്ക് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാം, റിസ്കുകൾ ഉണ്ടോ, വൾണറബിലിറ്റീസ് ഉണ്ടോ, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. അതിൻ്റെ വേറൊരു മെത്തേഡാണ് IDSും IPSും ഡിപ്ലോയ് ചെയ്ത് അതുവഴി നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്ത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ വൾണറബിലിറ്റി സ്കാനിങ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇൻട്രൂഷൻ പോസിബിൾ ആയിട്ടുള്ള ഏരിയാസ് കണ്ടെത്തി അത് സെക്യൂർ ചെയ്യാം. ദെൻ വെബ്സൈറ്റ്സ് ടെസ്റ്റ് ചെയ്ത് ലാർജ് എമൗണ്ട്സ് ഓഫ് ലോഡ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് വെബ്സൈറ്റിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, എന്നുവെച്ചാൽ DOS ഓർ DDoS, ഡിസ്ട്രിബ്യൂട്ടഡ് DOS അറ്റാക്സ്, ഓക്കെ, ഡിനയൽ ഓഫ് സർവീസ്, ആ അറ്റാക്കുകൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ആൻഡ് SSL ചെക്ക് ചെയ്യുക ഫോർ കൊമേഴ്ഷ്യൽ ഇ-കോമേഴ്സ് വെബ്സൈറ്റ്സ് ഉണ്ടോ, ആക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് ഡോക്യുമെന്റ് ദ ലിസ്റ്റ് ഓഫ് ടെക്നിക്സ്, ഡിവൈസസ്, പോളിസീസ് ആൻഡ് നെസസറി സ്റ്റെപ്സ് ഫോർ സെക്യൂരിറ്റി. അപ്പോൾ ചെക്ക് എല്ലാം ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് എന്ത് മെത്തേഡ്സ് യൂസ് ചെയ്താലാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ വിത്ത് ദിസ് ഐ എം സ്റ്റോപ്പിംഗ് today's session. The next topic is tools, which we will look at in the next class.